പ്രപഞ്ചത്തിൻ്റെ മൊത്തം 13.8 ബില്യൺ വർഷത്തെ ചരിത്രമെടുത്ത് അതിനെ ഒരു വർഷത്തിലേക്ക് 365 ദിവസത്തിലേക്ക് ചുരുക്കിയാൽ എങ്ങനെയുണ്ടാവും? എപ്പോഴായിരിക്കും നമ്മുടെ സൂര്യനുണ്ടായത്? അപ്പോൾ ഭൂമിയോ? ഇനി മനുഷ്യനുണ്ടാവുന്നത് എത്രാമത്തെ ദിവസത്തിലായിരിക്കും? ഈ അളവിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 437.6 വർഷമായിരിക്കും. അവസാനമാകുമ്പോഴേക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. സോ ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് തുടക്കത്തിലേക്ക് തിരിച്ചു പോകാം. ജാനുവരി 1-ാം തീയതി. ജാനുവരി 1 വെളുപ്പിനെ 12 മണിക്ക് നമ്മുടെ കോസ്മിക് കലണ്ടർ തുടങ്ങുന്നത് തന്നെ ഒരു പൊട്ടിത്തെറിയോട് കൂടിയാണ്. നമ്മുടെ അറിവ് വെച്ച് പ്രപഞ്ചം ബിഗ് ബാങ്ങിൽ കൂടിയാണ് ഉണ്ടായത്. ഇൻഫിനിറ്റ്ലി ഡെൻസും ഹോട്ടുമായ ഒരു പോയിന്റ് പെട്ടെന്ന് വികസിച്ചു തുടങ്ങുന്നു. പ്രകാശത്തിന്റെ വേഗതയിലും വേഗത്തിലാണ് ഈ വികാസം നടന്നത്. ഈ അവസ്ഥയിൽ സബറ്റോമിക് പാർട്ടിക്കിൾസിന് പോലും ഉണ്ടാവാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു ആ സമയത്ത്. പതിയെ അത് തണുത്തു തുടങ്ങി ക്വാർക്സും ഇലക്ട്രോൺസും ഉണ്ടാവാൻ അനുവദിച്ചു. ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. ഈ ക്വാർക്സ് ആണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ഉണ്ടാക്കിയത്. എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ്. വർഷം തുടങ്ങി 14:28 ആയപ്പോൾ അറ്റോമിക് ന്യൂക്ലിയയ്ക്ക് ചുറ്റും ഇലക്ട്രോണിന് കറങ്ങാൻ സാധിക്കുന്ന അത്രയും പ്രപഞ്ചം തണുത്തു വന്നു. ഇതാണ് ആദ്യത്തെ ആറ്റംസ് ആയിട്ടുള്ള ഹൈഡ്രജനും ഹീലിയവും ഉണ്ടാക്കിയത്. ഇത് സംഭവിച്ചപ്പോൾ പ്രപഞ്ചത്തിലെ ആദ്യത്തെ വെളിച്ചമായ ലൈറ്റായ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെട്ടു. അത് ഇന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നക്ഷത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രപഞ്ചം ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കാലെടുത്തു വെച്ചു. വെളിച്ചമില്ലാത്ത അവസ്ഥ. ഇറ്റ് വാസ് ജസ്റ്റ് ഡാർക്ക് ആൻഡ് ലോൺലി. പിന്നീട് ജനുവരി 8 ആയപ്പോഴേക്ക് മനോഹരമായ ഒന്ന് സംഭവിച്ചു. ബിഗ് ബാങ് മൂലം ഉണ്ടായ ഗ്യാസിൻ്റെയും പൊടിപടലങ്ങളിൽ നിന്നും ഗ്രാവിറ്റി മൂലം ആദ്യത്തെ നക്ഷത്രങ്ങൾ ഉണ്ടായി തുടങ്ങി. ഇത് ഇന്നത്തെ നമ്മുടെ സൂര്യനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നിരിക്കണം. 10 ലക്ഷത്തോളം വർഷം മാത്രം പ്രായമുണ്ടായിരുന്നവ. ജാനുവരി 19 ആയപ്പോഴേക്കും വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും സൂപ്പർനോവ എക്സ്പ്ലോഷനിൽ കൂടി പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളും കൂടി പ്രപഞ്ചം നിറഞ്ഞു. വീണ്ടും ഗ്രാവിറ്റി മൂലം ആദ്യത്തെ ഗാലക്സികൾ ഉണ്ടായി. ആദ്യം ചെറുതായി തുടങ്ങി പിന്നീട് അടുത്തുള്ള ഗാലക്സികളുമായി മെർജ് ചെയ്ത് അവ വലുതായി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് നമ്മുടെ ഹോം ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സി ഉണ്ടായി. ഈ പോയിന്റ് പ്രപഞ്ചത്തിന് ഇന്നത്തെ പ്രായം വെച്ച് നോക്കിയാൽ 6% പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. ഇതേ സമയത്ത് തന്നെ പ്രപഞ്ചത്തിൻ്റെ മനോഹരമായ സ്ട്രക്ചർ, അതായത് നമ്മുടെ ന്യൂറോൺസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പോലെയുള്ള പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ഷേപ്പായി തുടങ്ങി വന്നു. ഗ്രാവിറ്റി മൂലം ഗാലക്സികളുടെ കൂട്ടങ്ങൾ ഒന്നിച്ചു വന്ന് സൂപ്പർ ക്ലസ്റ്റേഴ്സായി മാറി. പിന്നെയും കാലം കഴിഞ്ഞ് ഏപ്രിൽ 11 ആയപ്പോഴാണ് സൂര്യനെ പോലെയുള്ള മറ്റ് നക്ഷത്രങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഈ നക്ഷത്രങ്ങൾക്കൊക്കെ അയൺ പോലെയുള്ള ഹെവിയർ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭൂമിയെ പോലെയുള്ള റോക്കി പ്ലാനറ്റ്സ് അവയ്ക്ക് ചുറ്റും ഉണ്ടായി തുടങ്ങി. പിന്നീടാണ് അത് സംഭവിച്ചത്. സെപ്റ്റംബർ 11 നമ്മുടെ സൂര്യനും സൗരയൂഥവും പിറവിയെടുത്തു. ആദ്യം പ്രോട്ടോസൺ ഉണ്ടായി. അതിനുശേഷം ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ പോലെയുള്ള വലിയ ഗ്രഹങ്ങൾ ഉണ്ടായി തുടങ്ങി. ഈ പോയിന്റിൽ നമ്മൾ ഇന്ന് കാണുന്നതിലും സൂര്യനോട് അടുത്തായിരുന്നു ഇവ നിലകൊണ്ടിരുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയമായി സൂര്യൻ അതിൻ്റെ 10 ബില്യൺ വർഷങ്ങളുടെ ആയുസ് ജീവിച്ചു തുടങ്ങി. 2 ദിവസത്തിന് ശേഷം റോക്കി പ്ലാനറ്റ്സ് ആയിട്ടുള്ള എർത്ത്, മാർസ്, മെർക്കുറി, വീനസ് ഒക്കെ ഫോം ആയി തുടങ്ങി. പക്ഷേ ഇവയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, തിയ. മാർസിനോളം തന്നെ വലുപ്പം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു സെക്കൻഡ് എർത്ത് ആയിരിക്കേണ്ടിയിരുന്ന ഈ ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ച് തകർന്നുപോയി. അതിൻ്റെ ചാരത്തിൽ നിന്നും നമ്മുടെ സ്വന്തം ചന്ദ്രനുണ്ടായി. പിന്നെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഐസേജുകളും ഒക്കെയായി നീണ്ടുനിന്ന 22 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു അത്ഭുതം സംഭവിച്ചത്. നമ്മുടെ അറിവ് വെച്ച് പ്രപഞ്ചത്തിൽ ആദ്യമായി ആഴക്കടലിൻ്റെ അടിയിൽ ജീവൻ ഉടലെടുത്തു. ആദ്യത്തെ ജീവികളായിട്ടുള്ള സിംഗിൾ സെൽ പ്രോകാരിയോട്ട് ജന്മം കൊണ്ടു. വർഷം അവസാനിക്കാനായപ്പോഴേക്കും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. ഒക്ടോബർ 3-ാം തീയതി ആദ്യത്തെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടാവാൻ തുടങ്ങി. മാസാവസാനമായി ഒക്ടോബർ 21-ാം തീയതി സൈനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന സൂക്ഷ്മജീവി സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം ഫോട്ടോസിന്തസിസിൽ കൂടി ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായി ഓക്സിജനും പുറത്തുവിട്ടു. ആൻഡ് ദിസ് വാസ് ദ കീ. നമ്മുടെ ഓക്സിജൻ സപ്ലൈ വളർന്ന് കടലുകളും നിറച്ച് കരയും നിറച്ച് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റിന് ഭൂമി വേദിയായി. വളരെ പെട്ടെന്ന് തന്നെ ജീവൻ അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഡിസംബർ മാസം 17-ാം തീയതി ആദ്യത്തെ മത്സ്യം തലയോട്ടിയും വെട്രിപേറ്റ്സുമായി രൂപം കൊണ്ടു. ഡിസംബർ 20 വെളുപ്പിന് 2:15 ആദ്യത്തെ സ്രാവുകൾ കടലിൽ നീന്തി തുടങ്ങി. പിന്നെയും 19 മണിക്കൂറുകൾക്ക് ശേഷമാണ് ആദ്യത്തെ മരങ്ങൾ ഭൂമിയിൽ ഉണ്ടായത്. അതായത് സ്രാവുകൾ ഉണ്ടായി പിന്നീട് 30 മില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ്
മരങ്ങൾ ഭൂമിയിൽ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട ദിവസം വന്നെത്തി. ഡിസംബർ 22 ജീവൻ ആദ്യമായി വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറാനായി പതിയെ ഇവോൾവ് ചെയ്തു തുടങ്ങി. ഇന്ന് നമ്മൾ കരയിൽ കാണുന്ന ജീവികളുടെ എല്ലാം തുടക്കം അവിടെ നിന്നായിരുന്നു. 4 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ദിനോസറുകളും ആദ്യത്തെ മാമൽസും ജനിച്ചു. ഏതാണ്ട് ഈ സമയത്ത് തന്നെ പാൻജിയ സൂപ്പർ കോണ്ടിനെന്റ് സ്പ്ലിറ്റായി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഭൂഖണ്ഡങ്ങൾ വന്നു തുടങ്ങി. ഡിസംബർ 30 ന്യൂ ഇയറിന് തലേ ദിവസം രാവിലെ 6:38 ദിനോസറുകളുടെ കാലൻ ഭൂമിയിൽ വന്ന് പതിച്ചു. ഇന്നത്തെ ഗൾഫ് ഓഫ് മെക്സിക്കോയിലായിരുന്നു ആ ഉൽക്ക വന്ന് പതിച്ചത്. 20 km/s വേഗതയിൽ വന്നിടിച്ച അതിന് 170 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഇമ്പാക്ട് ക്രേറ്റർ ഉണ്ടാക്കാൻ സാധിച്ചു. ആ പൊട്ടിത്തെറിയിൽ തെറിച്ചുപോയ അവശിഷ്ടങ്ങളെല്ലാം തന്നെ തീമഴയായി തിരിച്ചു ഭൂമിയിലേക്ക് പതിച്ചു. ഭൂമിക്കടിയിലും വെള്ളത്തിനടിയിലും അല്ലാതിരുന്ന ഏതാണ്ട് എല്ലാ ജീവികളും ആ തീമഴയിൽ ചത്തൊടുങ്ങി. അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ചാരവും പുകയും കാരണം വർഷങ്ങളോളം ഭൂമിയിലേക്ക് സൂര്യവെളിച്ചം എത്തിയില്ല. അങ്ങനെ സൂര്യവെളിച്ചം എത്താതെ തണുത്തുറഞ്ഞ് മരവിച്ച ഭൂമിയിൽ ജീവന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ബാക്കി ജീവികളും ഭൂരിപക്ഷം ഇല്ലാതെയായി. ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്പീഷീസുകളിൽ 75% നശിച്ചുപോയി. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ഡിസ്റ്റന്റ് മാമൽ ആൻസിസ്റ്റേഴ്സ് അന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ കോസ്മിക് കാലണ്ടർ പെർസ്പെക്റ്റീവിൽ വർഷം തീരാൻ വെറും 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് ഇനി 48 മണിക്കൂർ മാത്രം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാം. ഡിസംബർ 30 ഉച്ചയ്ക്ക് 12:59 നമ്മളുടെ ആദ്യത്തെ ഏപ്പ് ആൻസിസ്റ്റർ ഉണ്ടായി വന്നു. മനുഷ്യ പരിണാമത്തിനുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ തുടങ്ങി. ഡിസംബർ 31 വർഷത്തിലെ അവസാനത്തെ ദിവസം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാവാൻ പോകുന്നത്. രാത്രി 10:15 ആദ്യത്തെ മനുഷ്യവംശജർ ആഫ്രിക്കയിൽ ഉടലെടുക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് 11:37 ഹോമോ സാപ്പിയൻസ് ഉണ്ടായി. മനുഷ്യൻ ഭൂമിയിൽ നടക്കാൻ തുടങ്ങി. വർഷം അവസാനിക്കാൻ ഇനി 23 മിനിറ്റ് മാത്രം. ക്ലോക്കിൽ 11:59 31 സെക്കൻഡ്. രാത്രി അവസാനിക്കാൻ 29 സെക്കൻഡ് മാത്രം. അപ്പോൾ മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. അതുവരെ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ കൃഷിനിലം ഒരുക്കാൻ തുടങ്ങി. രാത്രി അവസാനിക്കാൻ 14 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ മനുഷ്യൻ ചക്ര കണ്ടുപിടിക്കുകയും മെസപ്പൊട്ടോമിയയിൽ എഴുതാൻ പഠിക്കുകയും ചെയ്തു. അർദ്ധരാത്രിക്ക് 12 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഈജിപ്തിലെ പിരമിഡുകൾ ഉയർന്നു വന്നു. ന്യൂ ഇയറിന് 7 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ പുരാതന ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്ന പ്ലേറ്റോയും ആർക്കിമിഡീസും ജീവിച്ചു മരിച്ചു. വെറും 3 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോപ്പർനിക്കസ് ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അവസാനത്തെ 1 സെക്കൻഡ്. മനുഷ്യകുലത്തിൻ്റെ കഴിഞ്ഞ 400 വർഷങ്ങൾ ഈ ഒരൊറ്റ സെക്കൻഡിലാണ് നടന്നത്. അതായത് ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു, ഉപയോഗിച്ചു. ന്യൂട്ടൺ ലോസ് ഓഫ് മോഷൻ ഉണ്ടാക്കിയെടുത്തു. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഡാർവിൻ പരിണാമം മനസ്സിലാക്കിയെടുത്തു. ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചു. DNA സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. വേൾഡ് വാർ 1 നടന്നു. ആറ്റം ബോംബ് കണ്ടുപിടിച്ച് വേൾഡ് വാർ 2 ഉപയോഗിച്ചു. നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടുപൊട്ടി. ഫോൺ കണ്ടുപിടിച്ചു. പ്ലൂട്ടോ കണ്ടെത്തി. ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. നിങ്ങൾ ജനിച്ചു. ആദ്യമായി പ്രണയത്തിലായി. ആദ്യമായി ഫോട്ടോ എടുത്തു. ആദ്യത്തെ വീഡിയോ എടുത്തു. ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡായി. ആദ്യത്തെ ദാസ് എക്സ്പ്ലെയിൻസിൻ്റെ വീഡിയോ അപ്ലോഡായി. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചത് അവസാനത്തെ ആ ഒരൊറ്റ സെക്കൻഡിലാണ്. സ്റ്റേ ക്യൂരിയസ്. ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോസ് കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.